സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ അഭിമുഖത്തിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുള്ള സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകരോടും ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആമുഖമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഡോക്ടർ ഹർഷവർദ്ധനെ നേരിട്ട് കണ്ട് ഈ കാര്യം കത്ത് അദ്ദേഹത്തിന് കൈമാറുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അസംഘടിത മേഖലയിലുള്ളവരെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ധാരാളം പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ മാധ്യമ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഈ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള അതിനുള്ള സാഹചര്യം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്ന് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കുക. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഇത്തവണ ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മുന്നണിയും CPM മുന്നണിയും കാലാകാലങ്ങളായിട്ട് അവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ശക്തികൾ എന്നുള്ള നിലയിൽ ഏറ്റുമുട്ടാറ്. പക്ഷെ ഇപ്പോ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഞാൻ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരുടെ പ്രസ്താവനകളും അവരുടെ വിമർശനങ്ങളും, ആ വിമർശനങ്ങൾ അവര് ഏറ്റവും പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് BJP ആണ് എന്നാണ് ഞാൻ ഇന്ന് കണ്ട ചില പ്രസ്താവനകൾ ഉൾപ്പെടെ അത് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ഇവർ രണ്ടുപേർക്കും ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വാസ്തവം. അതവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. അതാണ് വസ്തുത എന്ന് ഞങ്ങൾക്കറിയാം, ജനങ്ങൾ അങ്ങനെ വിലയിരുത്തുന്നു. കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യം കേരളത്തിൽ CPM മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുമ്പോൾ ആ മുന്നണി ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സർക്കാരിന്റെയും CPM നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരായിട്ട് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ആ തുറന്നു കാട്ടുന്നത് കേവലം കേന്ദ്ര സർക്കാർ ഏജൻസികൾ മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഏജൻസികൾ അടക്കം അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അക്കാര്യത്തിൽ സംസ്ഥാന വിജിലൻസിനെ അടക്കം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലൈഫ് മിഷനിൽ അവരാണ് പറഞ്ഞിരിക്കുന്നത് ശിവശങ്കറിന് പ്രതിയാക്കണം, അവരാണ് പറഞ്ഞിരിക്കുന്നത് കേസെടുക്കാനുണ്ട്, KSFയിൽ വിജിലൻസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം അടക്കം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം, വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പൊ സംസ്ഥാന ഭരണം, ആ സംസ്ഥാന ഭരണത്തിന്റെ അഴിമതിയെക്കുറിച്ചും കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഏജൻസികൾ അവരെ തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു ഭരിക്കുന്നതോ പ്രതിപക്ഷത്തിരിക്കുന്നതോ ആരാണെങ്കിലും ശരി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവിഹിതമായിട്ടുള്ള പല ഇടപാടുകളും പുറത്തു വരുന്നു എന്നുള്ളത് സ്ഥാനമൊഴിഞ്ഞത് കൊണ്ട് മാത്രം അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന്, ജനങ്ങളുടെ ചർച്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് വിചാരിക്കുന്നത് മലയാളികളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കലാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മറുവശത്ത്
4.5 കൊല്ലക്കാലം മിണ്ടാതിരുന്ന, നിശബ്ദമായിരുന്ന് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തിയ ഈ മുന്നണി ഇപ്പോ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് പഴയ കേസുകൾ മുഴുവൻ പൊടിതട്ടിയെടുത്ത് കൊണ്ടുവന്ന് വിജിലൻസ് അന്വേഷണം നടത്തി. അത് ഒരർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ചോളം വളരെ പ്രയോജനമാണ്. കാരണം ജനങ്ങൾ അത് കുറച്ചൊക്കെ മറന്നിരിക്കുകയാണ്. ഇപ്പൊ ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, അവരും ഇതേപോലെ തന്നെ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ജനതാൽപര്യത്തിന് പ്രാധാന്യം നൽകാത്തവരാണ്. 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കേരളത്തിൽ അന്നത്തെ കോൺഗ്രസ് മുന്നണിയുടെ ഭരണത്തെക്കുറിച്ച്, അവരുടെ ചെയ്തികളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. 4.5 കൊല്ലക്കാലം ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ, അവരുടെ ചെയ്തികളെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ, ആ എതിരഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റേത് കുറച്ചൊന്നും മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ വിജിലൻസ് കേസുകളുടെ ഫലമായിട്ട് ഇവർ രണ്ടുപേരും ഒരേപോലെ ജനങ്ങളുടെ മുന്നിൽ വിവസ്ത്രരാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് സഹായകരമായിട്ടുള്ള സാഹചര്യമാണ്. ആ ഉചിതമായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ 6.5 വർഷമായിട്ട് രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയപരിപാടികൾ, ആ നയപരിപാടികൾ ഈ നാട്ടിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കുക എന്നുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ജൻധൻ അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത്. അതായത് സീറോ ബാലൻസ് അക്കൗണ്ട്. ബാങ്കിങ്ങിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ പോലും പൊളിച്ചെഴുതിക്കൊണ്ടാണ് ആ സംവിധാനം ഉണ്ടാക്കിയത്. വ്യാപകമായിട്ടുള്ള തോതിൽ ഈ രാജ്യത്ത് 70% ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിന്നിരുന്ന സാഹചര്യം. രാജീവ് ഗാന്ധി ഒരു കാലത്ത് പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ നിന്ന് അയക്കുന്ന സഹായത്തിന്റെ 85% ഇടയ്ക്ക് വെച്ച് ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞ ആ സാഹചര്യം തിരുത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജി അവലംബിച്ച മാർഗമായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കേണ്ട, സീറോ ബാലൻസ് അക്കൗണ്ട് ആരംഭിക്കാം. രാജ്യത്തെ 70% ആളുകൾക്ക് ആ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രയോജനം ഉണ്ടായത് ഈ കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചത് ഈ തരത്തിലുള്ള ഒരു നടപടി അന്നെടുത്തിരുന്നതുകൊണ്ടാണ്. അത് കിസാൻ സമ്മാൻ നിധിയിൽ കിട്ടി, അത് നമ്മുടെ പാചകവാതക കണക്ഷനിൽ കിട്ടി, ഇതിലെല്ലാം കിട്ടി. അതോടൊപ്പം റേഷൻ സംവിധാനത്തിൽ വരുത്തിയ പരിഷ്കാരം, 80 കോടി ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ ഈ ലോക്ക്ഡൌണിന്റെയും കോവിഡിന്റെയും കാലഘട്ടത്തിൽ എടുത്ത തീരുമാനം. ആ തീരുമാനം ഈ രാജ്യത്ത് പട്ടിണി മരണങ്ങൾ ഉണ്ടാവുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 3 മാസക്കാലം ലോക്ക്ഡൌൺ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ രാജ്യം പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് 130 കോടി ജനങ്ങൾ സർക്കാരിന്റെ സഹായം ഹസ്തം എത്തുന്നതിന് ധാരാളം പരിമിതികളുള്ള ഒരു രാജ്യത്ത് ജനങ്ങളെ പട്ടിണി മരണം ഉണ്ടാകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റേഷൻ സംവിധാനത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ. റേഷൻ അരി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടെടുത്ത നടപടികൾ, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനെടുത്ത തീരുമാനം, 1 കാർഡ് 1 നേഷൻ എന്ന് പറയുന്ന തീരുമാനം, അങ്ങനെയുള്ള നിരവധി കാര്യം. അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ഇന്ന് വ്യക്തമായിട്ട് വരികയും മറുവശത്ത് ഈ 2 മുന്നണികളും ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്ത സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ നയങ്ങളെ എതിർക്കുക, BJP ഇവിടെ രംഗത്തില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക,
BJP കോൺഗ്രസുമായിട്ട് സഖ്യത്തിലാണ് എന്ന് പ്രചരിപ്പിക്കുക, ഈ തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് BJP ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ എതിരാളി എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വസ്തുതകൾ തുറന്നു കാട്ടാൻ ഈ രണ്ട് മുന്നണികളും കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം, ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പുതിയ ചിത്രം. ഈ തെരഞ്ഞെടുപ്പിന്റേത് മാത്രമായിട്ടൊരു ചിത്രം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിത്രം. ഈ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നേടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മത്സരിക്കാൻ സാധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ കണക്കുകളും എണ്ണവും ഒക്കെ എടുത്തപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി മത്സരിച്ചിട്ടുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ അനൗപചാരികമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നീക്കുപോക്കുകളും ധാരണകളും ഒക്കെ ഉണ്ടാക്കി മത്സരിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി സ്ഥാനങ്ങളിൽ, ഏതാണ്ട് 90% സീറ്റുകളിലും, കേരളത്തിൽ 16% മാത്രം വോട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം 16% എന്നുള്ള നേരത്തെയുള്ള കണക്കുകൾ അപ്രസക്തമായി കഴിഞ്ഞു. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അതൊരു കേവലം അധികാര മാറ്റമല്ല ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ അധികാരത്തെ കാണുന്ന രീതി, ആ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരുത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പല സ്ഥലങ്ങളിലും വ്യത്യസ്ത സമുദായങ്ങളിൽ, മതങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാനും ആ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാനും ഒക്കെ സന്നദ്ധത കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിന്റെ കാരണം, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു എന്റെ അഭിപ്രായം നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ബാക്കി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ സ്വീകരിക്കും. നിങ്ങളിവിടെ പറഞ്ഞത് ഇപ്പോൾ ഈ അക്കൗണ്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, കർഷകർക്ക് സഹായമൊക്കെ. എന്നിട്ട് രാജ്യത്തെ കർഷകർക്കും ഡൽഹിയിൽ ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തിലാണ്. ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ BJPക്ക് നല്ല ശക്തമായ വേറെയൊക്കെയുള്ള പല സംസ്ഥാനങ്ങളിലെ കർഷകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, ഇനി എത്തുമെന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും മറുവശത്തെ കർഷകർ ഏറ്റവും വലിയൊരു രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭം നടത്തുന്നത്? ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും ഒരു തെറ്റിദ്ധാരണ മാറ്റണം. കാരണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കർഷകർ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ കർഷക സമരമില്ല, രാജസ്ഥാനിൽ കർഷക സമരമില്ല, മഹാരാഷ്ട്രയിൽ കർഷക സമരമില്ല. കർഷക സമരം നടക്കുന്നത് പ്രധാനമായിട്ട് പഞ്ചാബിൽ, ചെറിയൊരളവിൽ ഹരിയാനയിൽ. ഹരിയാനയിൽ ഇപ്പൊ കാണുന്നത് ഹരിയാനക്കാര് നടത്തുന്ന സമരമല്ല, പഞ്ചാബിൽ നിന്ന് വന്ന ആൾക്കാർ ഡൽഹിയിലേക്ക് വരുന്ന വഴി ഹരിയാന വഴി വരുന്നു. ഇനി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കർഷക സമരത്തിന് അടിസ്ഥാനമായിട്ടുള്ള ബില്ല്, ഈ ബില്ലിലെ എന്താണ് തകരാറ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന മാധ്യമപ്രവർത്തകരോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പാർലമെന്റിലെ ചർച്ചയിൽ പോലും ഇത് വിശദീകരിക്കാൻ പ്രതിപക്ഷത്തിന് പോലും സാധിക്കുന്നില്ല. കാരണം കേരളത്തിൽ നിലവിലുള്ള സാഹചര്യം എന്താണ്? കേരളത്തിൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വഴിയല്ലാതെ കർഷകർക്ക് അവരുടെ വിളകൾ അവർക്ക് താല്പര്യമുള്ള, ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ വിൽക്കാം. ഇതാണ് കേരളത്തിലെ സാഹചര്യം. ഈ സാഹചര്യം രാജ്യവ്യാപകമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബില്ല് കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങളുടെ ചോദ്യം കർഷകർ എന്നിട്ടും എന്തുകൊണ്ട് സമരം ചെയ്യുന്നതാണ്. വാസ്തവത്തിൽ സമരം ചെയ്യുന്നത് ഒന്നുകിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കർഷകർ, അല്ലെങ്കിൽ കർഷകരുടെ പേരിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കാനും കലാപം സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന ഇടനിലക്കാരും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ശക്തികൾ. ഇവരാണ് ഈ ഡൽഹിയിൽ കാണുന്ന, അല്ലെങ്കിൽ ഡൽഹിയുടെ അതിർത്തിയിൽ കാണുന്ന ഈ സാഹചര്യങ്ങൾക്ക് മുഴുവൻ തന്നെ കാരണക്കാർ. അതല്ലെങ്കിൽ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ ഈ പബ്ലിക് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നേരത്തെ ഉണ്ടായിരുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്.
അത് നിർത്തലാക്കിയ സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും സമരമില്ല, എല്ലാ സ്ഥലത്തും പ്രക്ഷോഭമില്ല. കാരണം അത് ആത്യന്തികമായിട്ട് കർഷകന് പ്രയോജനപ്പെടുന്നതാണ്. ഇടനിലക്കാർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവര് സംഘർഷം ഉണ്ടാകും. അല്ല, ഞങ്ങൾ BJP എന്നുള്ള നിലയിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. എനിക്കത് ഒരു വലിയ വൈരുദ്ധ്യമായിട്ട് തോന്നിയത്, വിജിലൻസ് അന്വേഷണത്തെ കുറിച്ച് ധനകാര്യമന്ത്രി വളരെ നിശിതമായിട്ട് ആണ് ഇന്നലെ വിമർശനം നടത്തിയത്. വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനർത്ഥം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നാണ്. മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു വകുപ്പ് നടത്തുന്ന അന്വേഷണത്തെ, ആ അന്വേഷണത്തിൽ കള്ളപ്പണം പുറത്തു വന്നു അല്ലെങ്കിൽ ക്രമക്കേടുകൾ പുറത്തു വന്നു എന്ന് പറയുന്നതിനെ ധനകാര്യമന്ത്രി വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒന്നുകിൽ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ പുറത്താക്കണം, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിനെതിരായിട്ട്, മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരായിട്ട്, നടപടികൾക്കെതിരായിട്ട് പരസ്യ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളെ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുന്നത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്നുള്ള അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്രയും ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രം ഇതാ ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് ആണ് ലൈഫ് മിഷനിൽ അഴിമതിയുണ്ട് എന്ന് പറയുന്നത്. ആ വിജിലൻസ് ആണ് KSFയിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അതിനർത്ഥം അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇത്രയും കാലത്തെ സമീപനം തന്നെ, നിലപാട് തന്നെ, ആ നിലപാട് തന്നെ തെറ്റായി എന്നാണ്. അപ്പോ ഈ കേന്ദ്ര സർക്കാർ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ആരോപണത്തിൽ ഒരർത്ഥമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം. ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോകണം. ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ധനകാര്യമന്ത്രിയെ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് നീക്കണം. വിജിലൻസ് അന്വേഷണത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് തൃശ്ശൂരും തിരുവനന്തപുരം ജില്ലകളിലും പല ശാഖകളിലും ഈ ചിട്ടികളിൽ കള്ളപ്പണം ഒളിപ്പിക്കുന്ന ഇടപാട് നടക്കുന്നുണ്ടെന്നാണ് വിജിലൻസ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ അതിനകത്ത് EDയുടെ അന്വേഷണം കൂടി ആവശ്യപ്പെടുന്നു. അല്ല, അത് ED, അതായത് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ, അവരുടെ മുന്നിലെത്തുന്ന പരാതികളുടെയോ അവർക്ക് കിട്ടുന്ന വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ആ തീരുമാനം എടുക്കേണ്ടത് ആ ഏജൻസികളാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് പരസ്യമായിട്ട് ആവശ്യപ്പെടാനും പറ്റില്ല, അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനും അഭിപ്രായം പറയാനും പറ്റില്ല. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ തുടക്കം മുതൽ അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് താങ്കൾ. അപ്പൊ അതിനകത്ത് വളരെ പ്രത്യക്ഷത്തിലെ ബന്ധമുള്ള ഒരാളാണ് അറ്റാഷെ. അറ്റാഷെ ഇതുവരെ തോന്നുന്നില്ല. അറ്റാഷയുടെ ഡിപ്ലോമാറ്റിക് പദവി പോലും ഇപ്പം എടുത്തു കളഞ്ഞിട്ടുണ്ട്. കസ്റ്റംസ് ചോദ്യാവലി തയ്യാറാക്കി ഒരു തവണ ചോദ്യം ചെയ്യുന്നതാണ്, ചോദ്യം ചെയ്തില്ല. അപ്പൊ താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കസ്റ്റംസ് വീണ്ടും ചോദ്യാവലി വെച്ച് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ആയോ? എന്തെങ്കിലും വിവരമുണ്ടോ താങ്കൾക്ക്? ഒന്നാമത്തെ കാര്യം, സ്വർണ്ണക്കടത്തിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞത് തെറ്റാണ്. സ്വർണ്ണക്കടത്തിന്റെ പുറത്തു വന്നിട്ടുള്ള പല വാർത്തകൾ, ആ വാർത്തകളെ സംബന്ധിച്ചിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ അറ്റാഷയുടെ നയതന്ത്ര പദവി എടുത്തു കളഞ്ഞതായിട്ട് ഔദ്യോഗികമായിട്ട് വിദേശകാര്യ വകുപ്പിന് വിവരമൊന്നും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ വിദേശ കോൺസുലേറ്റുകളുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന ആളുകൾ, അവരിൽ നിന്ന് വിവരങ്ങൾ തേടാനായിട്ട് അന്വേഷണ ഏജൻസികൾ പല വഴികളിലൂടെയാണ് ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് NIA UAE തന്നെ നേരിട്ട് പോയി. മാധ്യമങ്ങൾ ഒരു സുപ്രഭാതത്തിലാണ് ഇന്ന് ഇതാ എത്തി എന്ന് പറഞ്ഞിട്ട്, എത്തിയപ്പോഴാണ് അതിൽ സംശയിക്കപ്പെടുന്ന ചില ആളുകൾ എത്തി എന്നുള്ള വാർത്ത വന്നത്. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. വിദേശകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിദേശകാര്യ വകുപ്പ് UAE-യുമായിട്ട് ഈ കാര്യത്തിൽ
ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സഹകരണവും അവര് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിദേശകാര്യ വകുപ്പ് അന്വേഷണ ഏജൻസികൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അഭിപ്രായമല്ല, അതൊരു വസ്തുതയാണ്. അത് നിങ്ങൾക്ക് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ഞാൻ എന്റെ അഭിപ്രായം ഇപ്പൊ ആർക്കെങ്കിലും ഒരു മൊബൈൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് അത്രയേ ഉള്ളൂ. അല്ല, ആ ഗൂഗിളിൽ നോക്ക്, ഉറച്ചു നിൽക്കാൻ ഞാനല്ല ഉറച്ചിക്കേണ്ടത്. ഗൂഗിൾ മാറ്റിയ കഴിഞ്ഞാൽ ഞാൻ മാറ്റാം. നയതന്ത്ര എന്റെ സുഹൃത്ത്, നിങ്ങൾ ഏത് പത്ര? ദേശാഭിമാനി. അതല്ലേ ചോദ്യത്തിന്റെ രസം മുഴുവൻ അതില്ല. ദേശാഭിമാനിയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദേശകാര്യ സഹമന്ത്രി ആവണ്ട. നിങ്ങളുടെ മൊബൈൽ ഒന്നിപ്പോ തന്നു കഴിഞ്ഞാൽ ഞാൻ 1 മിനിറ്റ് കൊണ്ട് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ പരിഭാഷ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ളത് കാണിച്ചു തരാം. ഇൻപുട്ട് വേണ്ട സുഹൃത്തെ. അതായത് ഗൂഗിൾ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ അഭിപ്രായമല്ലല്ലോ. ഇൻപുട്ട് ഓരോ വാക്കിനും അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ പരിഭാഷ എന്താണ് എന്നുള്ളത് നയതന്ത്ര രംഗത്തെ പരിഭാഷയാണ് ഞാൻ പറഞ്ഞത്. നയതന്ത്ര NIA കൊടുത്തത് എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തരാം. NIA കൃത്യമായിട്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾ ദേശാഭിമാനിയുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലി എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഏകദേശം 3000-ഓളം സീറ്റുകളിലാണ് ഇത്തവണ BJP മത്സരിക്കാതിരിക്കുന്നത്. പല സ്ഥലത്തും കോൺഗ്രസുമായിട്ടുള്ള ഒരു രഹസ്യ ധാരണയുണ്ടെന്നും ആരോപണം വന്നിട്ടുണ്ട്. ആരോപിച്ചു? പല കേന്ദ്രങ്ങളിൽ നിന്നും ആരോപണമാണ്. ഞാൻ കേട്ടിട്ടില്ല, ഒന്ന് പറഞ്ഞു തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് CPM പറയുന്നു BJPക്ക് രഹസ്യ ധാരണയുണ്ട് കോൺഗ്രസുമായിട്ട്. കോൺഗ്രസ് പറയുന്നു BJP അപ്രസക്തമാവുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഇത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കിക്കൂടെ? കാരണം BJP വലിയ ശക്തിയായതുകൊണ്ടല്ലേ ഇത്രയും കാലം എന്താ പറയാതിരുന്നത്? അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ബാർക്കോഴ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അന്വേഷിക്കാമെന്നുള്ളതായിരുന്നു. ആരുടെ പ്രതികരണം? അങ്ങയുടെ പ്രതികരണം ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഉള്ള അങ്ങയുടെ പ്രതികരണമായിരുന്നു. ബാർക്കോഴ വിഷയത്തിൽ ബിജു രമേശിന്റെ തോന്നലുകളാണ് അദ്ദേഹം പറഞ്ഞത്. അന്വേഷണം വേണമെന്നുള്ളത്. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അന്വേഷിക്കാമെന്നുള്ളതായിരുന്നു. അന്വേഷിക്കാന്നല്ല പറഞ്ഞത്, ഞാനല്ലല്ലോ അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞത് ബാർക്കോഴ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം കാണുന്നത്. അത് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അന്വേഷണ ഏജൻസികൾ തീരുമാനമെടുക്കും. പക്ഷെ ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതികളിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര അന്വേഷണം ആരംഭിച്ചു. പക്ഷെ ഈ വിഷയത്തിൽ അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ഇരട്ടത്താപ്പ്. ലൈഫ് മിഷനിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടില്ലേ? ബാർക്കോഴയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടോ കേന്ദ്രത്തോട്? അല്ല, മറ്റേ വടക്കാഞ്ചേരിയിലെ സുഹൃത്തെ, നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ലേ? മുഖ്യമന്ത്രി കത്തെഴുതിയത് ഇത്ര വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? കേന്ദ്ര സർക്കാർ ഏജൻസികളെ അന്വേഷിക്കണമെന്ന്. അങ്ങനെയല്ലേ അതൊക്കെ അന്വേഷിച്ചത്? ബാർക്കോഴയിലും സംസ്ഥാന മുഖ്യമന്ത്രി ആവശ്യപ്പെടട്ടെ, അന്വേഷിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കും. താങ്കളുടെ നേരത്തെ പറഞ്ഞു ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ കുറിച്ച് സൂചിപ്പിച്ചു. അമിത്ഷായുടെ മകൻ സുരേഷയുടെ വരുമാനം NDA സർക്കാർ വന്നതിന് ശേഷം 180 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് അവർ തന്നെ കമ്പനിക്കാർ ഡയറക്ടറേറ്റിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ NDAയുടെ കേരളത്തിലെ ചെയർമാൻ നിങ്ങളുടെ MP-യുടെ നിയന്ത്രിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൽ വന്ന് 16,500 കോടി രൂപയുടെ ലാഭമാണ്. 3000-ഓളം കോടി രൂപയുടെ നഷ്ടത്തിലുണ്ടായിരുന്ന സ്ഥാപനം 16,500 കോടി രൂപയുടെ ലാഭമാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അതേക്കുറിച്ച് എന്താണ് നമുക്ക് പ്രതികരണം? കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിക്കാരനാണ്, ഞാൻ തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം പണ്ട് എഴുതിയ അദ്ദേഹത്തിന്റെ പഠനകാലത്തെ കുറിച്ച് എഴുതിയെന്ന് വെച്ചാൽ, എന്റെ അമ്മ പശുവിനെ വളർത്തി പാല് വിറ്റ് ആണ് എന്നെ പഠിപ്പിച്ചത് എന്നാണ്. ഈ ജയ്ഷ എന്ന് പറയുന്ന ആള് പണ്ടേ ബിസിനസ്സുകാരനാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന ബിസിനസ്സുകാരനായത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ആരോപണത്തിൽ വരും. കോടിയേരി ബാലകൃഷ്ണൻ ശമ്പളം വാങ്ങിയത് MLA ആയിട്ട് മാത്രമാണ്. എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് ഇത്രയും വലിയ ആസ്തിയുണ്ട് എന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തി എന്നുള്ളത് ബാംഗ്ലൂരിൽ ഇരിക്കുന്ന വ്യവസായിയുടെ ക്രെഡിറ്റ് കാർഡ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നു. അത് ഇവിടുത്തെ തിരുവനന്തപുരത്തെ ബ്യൂട്ടി പാർലറിൽ
ജയിലിൽ കിടക്കുന്ന സമയത്ത്, അയാൾ ഉടമസ്ഥൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? കൊണ്ടുവന്നിട്ടു. അപ്പൊ ഇതുപോലത്തെ പ്രചരണങ്ങൾ ഈ ജയ്ഷായുടെയും അല്ലെങ്കിൽ NDAയുടെ ചെയർമാന്റെയും ഒക്കെ കോടിയേരി ബാലകൃഷ്ണനായിട്ട് താരതമ്യം ചെയ്യുന്നതല്ല. അവരൊക്കെ വ്യവസായികളാണ്, അവരൊന്നും BJPയുടെ നേതാക്കന്മാരല്ല. കോടിയേരി ബാലകൃഷ്ണൻ അവർക്ക് തുല്യമായിട്ട് വ്യവസായിയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയട്ടെ, എന്റെ വ്യവസായ സംരംഭങ്ങൾ ഇന്നതൊക്കെയാണ്, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ എനിക്ക് ഇടപാടുകളുണ്ട്, ഇന്ന സ്ഥലത്തൊക്കെ എനിക്ക് നിക്ഷേപമുണ്ട് എന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ എന്ത് താരതമ്യം? വ്യവസായികള് അവരുടെ വ്യവസായത്തില് വളർച്ചയുണ്ടാക്കും സ്വാഭാവികമായിട്ടും. രാഷ്ട്രീയ നേതാക്കന്മാർ, നിങ്ങൾ എന്റെ കണക്ക് ചോദിച്ചോ, ഞാൻ കണക്ക് തരാലോ. എനിക്ക് MLA ആയിട്ടോ അല്ലെങ്കിൽ MP ആയിട്ട് മന്ത്രിയായിട്ട് എനിക്ക് എന്ത് വരുമാനം ഉണ്ടായി, എത്ര വർധനവുണ്ടായി എന്ന് നിങ്ങൾ കണക്ക് കുറച്ച് ചോദിച്ചോ, ഞാൻ തരാം. കോടിയേരി ബാലകൃഷ്ണൻ താരതമ്യം ചെയ്യട്ടെ. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ കോടിയേരി ബാലകൃഷ്ണനെ വെള്ളം പൂശുന്നത്? ദേശമനെ ആയിക്കോട്ടെ, ഇങ്ങനെ ചോദിക്കട്ടല്ലോ പരസ്യമായിട്ട്. ആവശ്യമില്ലാത്ത ഞാൻ ഇതെല്ലാം വലിച്ചു പുറത്തിട്ട് സാഹചര്യം ഉണ്ടാക്കിയില്ലേ? നിങ്ങളുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പീഡന കേസുണ്ട്, അതേക്കുറിച്ച് താങ്കൾക്ക് അറിയാം? ഇനിയിപ്പോ നമ്മൾ അത് മാത്രം ചർച്ച ചെയ്ത് നമുക്ക് ധാരാളം കാര്യങ്ങൾ വേറെ ചർച്ച ചെയ്യാം. അതൊക്കെ നിങ്ങൾ കേസെടുത്തോ. കേസ് ഉണ്ട് എന്ന് പറയുന്നത് എന്താ മിണ്ടാതിരുന്നാൽ 4.5 കൊല്ലകാലം? 4.5 കൊല്ലായില്ലേ? എന്താ CPM സർക്കാർ മിണ്ടാതിരുന്നത്? ഈ കേസ് ഇപ്പൊ BJPയിൽ ചേർന്നപ്പോഴാണോ പുറത്തു വന്നത്? അതിനുശേഷം പീഡിപ്പിച്ചോ? അല്ല, നിങ്ങളൊന്ന് മറുപടി. അതിനുശേഷമാണ് പീഡിപ്പിച്ചത്? അല്ലല്ല, എന്റെ അറിവല്ലല്ലോ ചോദ്യം ചെയ്ത്. നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് നിങ്ങളൊന്ന് മറുപടി പറയും. നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോടോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളോടോ 4.5 കൊല്ലക്കാലം എന്തുകൊണ്ട് AP അബ്ദുള്ളക്കുട്ടിക്കെതിരായിട്ടുള്ള കേസിൽ നടപടിയെടുത്തില്ല? എന്തിനാ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തു? ശരി, നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മിസ്റ്റർ, ഹൂതി വിമതരുടെ കയ്യിൽ ഒരു 14 ഇന്ത്യക്കാർ പിടിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഇന്ത്യൻ എംബസി ചെന്നാണ് പറഞ്ഞത്. അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ടോ? കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം. അതായത് ഹൂതി വിമതരുടെ കയ്യിൽ 9 മാസമായി 20 പേരുണ്ടായിരുന്നു. 14 പേർ ഇന്ത്യക്കാരായിരുന്നു. അവരുടെ 3 ഷിപ്പാണ് പിടിച്ചത്. അപ്പോൾ പല ചർച്ചകൾ നടന്നു കേന്ദ്രത്തിൽ തന്നെ. ഇന്നലെ ഇന്ത്യൻ എംബസി ഇതിൽ ഇടപെടുകയും അവരെ വേറൊരു സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ അവരുടെ കുടുംബം വിഴിഞ്ഞത്തും കോഴിക്കോടുള്ള 2 പേരുണ്ട്. അപ്പൊ അവരിന്ന് നാട്ടിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ. അതായത് ഈ കപ്പലുകളിൽ ബന്ദികളാക്കപ്പെടുന്ന ആളുകൾ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ മുഴുവൻ ആളുകളെയും സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെയും എംബസികളുടെയും ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് തുടർ കാര്യങ്ങൾ നടക്കും. അപ്പൊ അതില് കൃത്യമായിട്ട് എവിടെയാണ് ഇപ്പൊ അതിന്റെ തടസ്സം എന്നുള്ളത് ഈ നിമിഷം ഉള്ള സ്ഥിതി ഞാൻ ഇപ്പൊ പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം അവരെ വിട്ടയക്കൽ, അവരുടെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രതികരിക്കുന്നത് ശരിയായിരിക്കില്ല. കാരണം ഇതൊക്കെ നയതന്ത്രപരമായിട്ടുള്ള ബന്ധം, ഒരു തെറ്റായിട്ടുള്ള ഒരു പരാമർശം തന്നെ നയതന്ത്രപരമായിട്ടുള്ള ബന്ധത്തെ വഷളാക്കുന്നതിനടക്കം കാരണമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരെല്ലാവരെയും രക്ഷപ്പെടുത്താൻ, അവരെല്ലാവരെയും തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ, ആ നടപടികൾ ഈ കാര്യത്തിലുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ കോവിഡ് കാരണം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്നത്തോടുകൂടി പൂർണ്ണമാക്കാൻ കഴിയുമെന്നാണ്. ഒന്നാമത്തെ കാര്യം, ഈ കോവിഡ് എത്ര കാലം നിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തടത്തോളം കാലം കുറയുന്നുണ്ട്. ഈ ഡിസംബർ 31 വരെയാണ് ഇപ്പൊ അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. ഈ പീരിയഡിലേക്ക് വേണ്ടിയിട്ട് എയർ ബബിൾ എഗ്രിമെന്റ് പ്രകാരം പല രാജ്യങ്ങളിലുമായിട്ടും നമ്മുടെ വിമാനയാത്രാ സർവീസുകൾ പരിമിതമായിട്ടുള്ള തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് പുനരാരംഭിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ആഗ്രഹം. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആഭ്യന്തര സർവീസ് ഏതാണ്ട് 50% വരെ ആയിട്ടുണ്ടെന്നാണ്. രാജ്യാന്തര തലത്തിലുള്ള വിമാന സർവീസിന്റെ കാര്യത്തിൽ അത് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവും.
നമുക്ക് മാത്രമായിട്ട് തുടങ്ങാൻ പറ്റില്ല. കാരണം അവര് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്ന ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴും നമുക്ക് ഗൾഫിലെ ചില രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് സൗദിയിൽ, എന്റെ ധാരണ അനുസരിച്ചിട്ട് ഖത്തറിലാണോ കുവൈറ്റിലാണോ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകളെ പോകുന്നത്, ചെല്ലുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ അവരിപ്പോഴും തയ്യാറില്ല. കാരണം അതിന് പല പരിമിതികൾ, അവരുടേതായിട്ടുള്ള തീരുമാനമാണ്. അതിപ്പോ നമുക്ക് തീരുമാനം എടുക്കുന്നത്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി. അപ്പൊ അത് പൂർത്തിയാവുന്നതിന്റെ മുറക്കാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സർവീസുകൾ ആരംഭിക്കുക. തീർച്ചയായിട്ടും കോവിഡ് വാക്സിൻ കിട്ടുന്നത് വരെ കോവിഡ് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കപ്പെടും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വാക്സിൻ എപ്പോഴത്തേക്ക് വരും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടിരിക്കും അന്താരാഷ്ട്ര സർവീസ് പൂർണ്ണ തോതിൽ പുനരാരംഭിക്കുക. പരിമിതമായിട്ടുള്ള തോതിൽ കഴിയാവുന്നത്ര വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുക. ഒന്നുകൂടെ, അതായത് ഈ BJP ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളി ആകുമെന്ന് താങ്കൾ ആദ്യം പറഞ്ഞു. പക്ഷേ സംസ്ഥാനത്ത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇപ്പോഴും പറയുന്നത് BJP അപ്രസക്തമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്നവർ അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ പത്തായത്തിൽ ഇല്ല എന്ന് എന്തിനാ പറഞ്ഞതെന്നാണ്. ഒരാളെ കാണാൻ ചെന്നപ്പോ പറഞ്ഞത്, ഒരു കുട്ടി അവിടെ കാത്ത, അപ്പൊ അയാൾ പറഞ്ഞതാണ് അച്ഛനുണ്ടോ മോനെ, അച്ഛൻ പത്തായത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അത് പറയുന്നതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വലിയ പ്രശ്നം എന്നാണ്. അതാണ് സാമാന്യ ബുദ്ധിയുള്ള നമ്മുടെ മലയാളികളുടെ ഒരു രീതി അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അപ്രസക്തമാണെങ്കിൽ അവർ പരാമർശിക്കേണ്ട ആവശ്യമില്ല. അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ പരാമർശിക്കില്ലല്ലോ ആൾക്കാർ. പ്രസക്തമായതുകൊണ്ടാണല്ലോ അത് പറയുന്നത്. തെറ്റിദ്ധാരണ ആൾക്കാരുടെ മനസ്സിൽ BJP വലിയ ശക്തിയാണ് എന്നുള്ള ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയണം എന്ന് തോന്നുകയാണ് അവർ. അത് ശക്തിയാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർക്ക് വെല്ലുവിളി ആണെന്ന് അവർക്ക്, അത് വസ്തുത അതാണ് എന്ന് അവർ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം പരാമർശം നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞത് നേരിട്ടുള്ള മത്സരം LDF-ഉം UDF-ഉം തമ്മിലല്ല, LDF-ഉം BJP-യും തമ്മിലാണ്. ഇതിനെ പ്രതികരണമായിട്ട് തോമസ് ഐസക് പറഞ്ഞത് ഇതൊരു മൈനർ പ്ലെയർ ആണ് BJP എന്നാണ് പറഞ്ഞത്. അതായത് സ്വയം UDF-നൊപ്പം എത്തി LDF-നെ നേരിടാനുള്ള പ്രാപ്തിയായി എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്വയം തോന്നിപ്പിക്കാനും വേണ്ടി പറഞ്ഞാണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അവർ തമ്മിലുള്ള അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ പിന്നെ മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞു. K. സുരേന്ദ്രൻ പറഞ്ഞതിനോട് തോമസ് ഐസക് പറഞ്ഞു. വിഷയം അവിടെ അവസാനിച്ചു. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച എതിർപ്പ് സംഘടനക്കാരുടെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ എതിർപ്പ് ഉന്നയിച്ചത് എന്നോട് ഉന്നയിച്ചിട്ടില്ല. അവർ തന്നെ പരസ്യമായി പറഞ്ഞു. അറിയില്ല. അത്തരം സംഘടനാ കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട്, അഥവാ നിങ്ങൾക്ക് സംശയം തീർക്കണമെങ്കിൽ ഒന്ന് നേരിട്ട് അവരുടെ തന്നെ വിളിച്ചു. ഈ ലൈഫ് മിഷൻ കേസിലെ ആദ്യം വിജിലൻസിലിട്ടപ്പോൾ BJP ഉന്നയിച്ച ആരോപണം അത് അട്ടിമറിക്കാനാണ്, ഈ പ്രതികളെ സംരക്ഷിക്കാനാണെന്ന്. ഇപ്പം താങ്കൾ അതിനെ സ്വാഗതം ചെയ്തു, വിജിലൻസിനെ അംഗീകരിക്കുന്നു. അപ്പൊ പഴയ ആരോപണം പിൻവലിക്കുന്നുണ്ടോ? BJP അന്ന് പറഞ്ഞത് ഈ ഫയലുകൾ എടുത്തുകൊണ്ടുപോയതിനെ പറ്റിയാണ് പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്, അല്ലാതെ വിജിലൻസിന്റെ അന്വേഷണത്തെ കുറിച്ച്. ഫയല് കൊണ്ടുപോയി CBI-യുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. പിന്നെ വിജിലൻസിനും മനസ്സിലായിട്ട് കാണും അങ്ങനെ ശ്രമം നടത്തിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വിജിലൻസ് നല്ല കാര്യം ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ, അതിൽ തെറ്റില്ല.